എന്നെപ്പോലെ കുഞ്ഞു കണ്ണുള്ളവർക്ക് കണ്ണെഴുതാൻ വേണ്ടി ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. എങ്ങനെ എഴുതിയാലും കാണാൻ ഭംഗിയുണ്ടാവില്ല. അപ്പോൾ നിങ്ങളൊന്ന് ഞാനിന്ന് ട്രൈ ചെയ്യുന്ന ഈ ഒരു ലുക്ക് ചെയ്തു നോക്ക്. എന്തായാലും ഭംഗിയുണ്ടാവും. പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്കുണ്ടല്ലോ കണ്ണിൽ മേക്കപ്പൊക്കെ ചെയ്യുമ്പോൾ, അതായത് കണ്ണിലെ മേക്കപ്പ് ഞാൻ ഉദ്ദേശിച്ചത് കൺമഷി കൊണ്ടുള്ള മേക്കപ്പ് ചെയ്യുമ്പോണ്ടല്ലോ എനിക്ക് താഴെ ഭാഗം വരക്കുമ്പോൾ ഒന്നും വലിയ പ്രശ്നമൊന്നുമില്ല. മുകൾ ഭാഗം നമ്മുടെ വാട്ടർ ലൈനിലെ അകത്തെ ഭാഗം മുകളിലും ഒക്കെ ഫില്ല് ചെയ്യുമ്പോൾ ഉണ്ടല്ലോ എനിക്ക് ഇങ്ങനെ പേടിച്ച് വിറക്കുന്നത് പോലെ ആവും. കാരണം കണ്ണിൻ്റെ ഉള്ളിൽ കൊള്ളുവോ അങ്ങനെ ഇങ്ങനെയെന്ന് പറഞ്ഞിട്ട്. ഇപ്പോൾ ക്യാമറയ്ക്ക് മുന്നിൽ മാത്രമല്ല കേട്ടോ, അല്ലെങ്കിലും ഞാൻ കൺമഷി അങ്ങനെ എഴുതുമ്പോൾ ഭയങ്കര പേടിയാകുന്ന എനിക്ക് എന്താണെന്നറിയില്ല. ഇതാണ് കേട്ടോ സിമ്പിൾ ലുക്ക്. നമ്മൾ ഫ്രണ്ടിലോട്ട് കാജൽ കൊണ്ടുവരാതെ പകുതിയോളം മാത്രം കാജൽ വരച്ചിട്ട്, അതാണ് സിമ്പിൾ ലുക്ക്. അയ്യോ, എത്ര കാജൽ വാങ്ങിച്ചാലും ഒരുപാട് നേരം ആ കാജൽ കുത്തി 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 ഇരുന്നാലേ കുറച്ചെങ്കിലും കളറ് കാണിക്കും. എന്താണെന്നറിയില്ല എനിക്ക് ഭ്രാന്ത്. ഇതാ ഞാൻ പറഞ്ഞത്, നിങ്ങൾ മുകളിലേക്ക് വരക്കുമ്പോൾ നോക്കിക്കോ, എനിക്കങ്ങനെ പേടിയാവുന്നു. പിന്നെ ഞാൻ ഒരുപാട് കുട്ടികളെ ശ്രദ്ധിച്ചിട്ടുണ്ട്. അവരൊക്കെ എന്ത് നല്ല രീതിയിൽ കണ്ണെഴുതും. വലിയ കണ്ണുള്ളവരും ചെറിയ കണ്ണുള്ളവരൊക്കെ ഞാൻ ഒരുപാട് കണ്ടിട്ടുണ്ട്. നല്ല രീതിയിൽ ഐലൈനർ എഴുതും, വാലിട്ട് ഐലൈനർ എഴുതും. എൻ്റെ ഒന്നാമതേ എനിക്ക് കണ്ണിൽ വാലിട്ട് കണ്ണെഴുതാൻ പറ്റൂല. അത്രക്കും ചെറിയ കണ്ണാണ്. ആനക്കണ്ണ് എന്ന് പറയാറില്ലേ, അത്രക്കും ചെറിയ കണ്ണ്. പിന്നെ എന്ന് വെച്ചാൽ ഇതുപോലുള്ള കാജലൊക്കെ വരച്ച് ഞാൻ അഡ്ജസ്റ്റ് ആക്കും. പിന്നെ ബാക്കി ഭാഗം കണ്ടു, പകുതി ഭാഗമല്ല നമ്മൾ ഫില്ല് ചെയ്തിട്ടു, ആ ബാക്കി ഭാഗവും കൂടി ഒന്ന് ഫില്ല് ചെയ്താൽ വേറൊരു ലുക്കും കൂടി ആയി. ഇതൊക്കെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ലുക്കല്ലേ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് ഈ വാലിട്ട് കണ്ണെഴുതാനൊക്കെ. പക്ഷേ എൻ്റെ കണ്ണിന് എന്തായാലും പറ്റത്തില്ലല്ലോ. അപ്പോൾ പിന്നെ അതുപോലുള്ള കണ്ണെഴുതി കാണുന്നവരെയൊക്കെ ഇങ്ങനെ ഞാൻ നോക്കി നിൽക്കും, എന്തൊരു ഭാഗ്യവാന്മാരാണെന്ന് പറഞ്ഞിട്ട്. എന്നാലും ഞാൻ ഇതുപോലൊക്കെ എഴുതി അഡ്ജസ്റ്റ് ചെയ്യും, അത്ര തന്നെ. ഒരു മേക്കപ്പ് ഇട്ടില്ലെങ്കിലും കുഴപ്പമില്ല. കണ്ണെഴുതുക, ഐബ്രോ സെറ്റ് ചെയ്യുക, ലിപ്സ്റ്റിക്ക് ഇടുക, ഇതിനൊക്കെ നമ്മൾ നല്ല ഡ്രസ്സ് സെലക്ട് ചെയ്യണം. നല്ല ഡ്രസ്സ് ഇടുക, നല്ല കമ്മൽ, ഹെയറൊക്കെ നല്ലപോലെ സ്റ്റൈലാക്കി, എന്താ പറയുക, നമുക്ക് ചേരുന്നത് പോലെ ഒക്കെ ചെയ്താൽ തന്നെ മതി. ലിപ്സ്റ്റിക്ക് ഒരെണ്ണം ഉണ്ടെങ്കിൽ തന്നെ മതി. നമ്മുടെ ഫേസ് ബ്രൈറ്റായിട്ട് തോന്നും. അല്ലാതെ ഫേസിൽ വേറെ ഒരു മേക്കപ്പ് ഇടേണ്ട കാര്യമില്ല. പൗഡറോ ഒന്നും വേണമെന്നില്ല. ഞാൻ ഈ പറഞ്ഞ ഇത്രയും കാര്യങ്ങൾ തന്നെ മതി. സാധാരണയായിട്ട് ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്യാൻ വേണ്ടി ഞാൻ അതുപോലെയാണ് ചെയ്യുന്നത്. ഷൂട്ട് ചെയ്യാനിരിക്കുന്നതിന് മുമ്പ് ഇത്രയേ ചെയ്യാറുള്ളൂ. അല്ലാതില്ല പൗഡറും ഫൗണ്ടേഷനൊന്നും വാരി തേച്ചിരിക്കാറില്ല. പിന്നെ എന്ത് ചെയ്യുക, കാജൽ കുറച്ചും കൂടി തിക്കായിട്ട് വരച്ച് കൊടുക്കാം. എത്ര തിക്കാക്കാൻ പറ്റുന്നോ അത്രയും തിക്കാക്കിയിട്ട് കൊടുക്കാം. അപ്പോൾ കാണാൻ വേറെ തന്നെ ഒരു ലുക്കായിരിക്കും. മനസ്സിലായില്ലേ? പിന്നെന്താ, ഇതുപോലൊരു ബഡ്സ് യൂസ് ചെയ്തിട്ട് സ്മജ് ചെയ്യാം. സ്മജ്ജറൊന്നും വാങ്ങേണ്ട കാര്യമില്ല, സ്മജ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഐസിന് വേറെ തന്നെ ഒരു ലുക്ക് വരും. ഓക്കെ, നല്ല ഭംഗിയായിരിക്കും കാണാൻ. എൻ്റെ മൂത്ത മോളുടെ കണ്ണ് നല്ല ഭംഗിയാട്ടോ കാണാൻ. അവൾക്ക് അവളുടെ അച്ഛൻ്റെ കണ്ണ് തന്നെ കിട്ടിയിട്ടുണ്ട്. ഭാഗ്യത്തിന് എൻ്റെ കണ്ണ് കിട്ടിയിട്ടില്ല അവൾക്ക്. എൻ്റെ ഈ കുഞ്ഞിക്കണ്ണ് ചെറുതിന് കിട്ടിയിട്ടുണ്ടോ എന്നൊരു ഡൗട്ടുണ്ട് എനിക്ക്. കണ്ണ് കിട്ടുന്നെങ്കിൽ അച്ഛൻ്റെ തന്നെ കിട്ടണം, വലിയ ഉണ്ടക്കണ്ണ്. അപ്പോൾ ഐലൈനറൊക്കെ എഴുതി നല്ല ഭംഗിയായിരിക്കും. അങ്ങനെ ചെയ്തതിന് ശേഷം കയ്യിലുള്ള ഒരു ഐലൈനർ കൊണ്ട് ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ കുറച്ചും കൂടി ബോൾഡ് ലുക്ക് തോന്നിക്കും. നമ്മുടെ എല്ലാവരുടെയും ഫേവറേറ്റ് ആയിട്ടുള്ള ഐടെക്സ് അതിനെ കൊണ്ട് വരച്ചു കൊടുത്താൽ കണ്ണിന് വേറൊരു ലുക്ക് വരും. ഡ്രസ്സൊക്കെ സെലക്ട് ചെയ്യുമ്പോൾ നല്ല കളറൊക്കെ സെലക്ട് ചെയ്യണം. നല്ല ഫിറ്റിങ്ങുള്ള ഡ്രസ്സ് സെലക്ട് ചെയ്യണം. അല്ലാതെ ലൂസൊക്കെ ആയിട്ടുള്ള ഡ്രസ്സും ചേരാത്ത കളറും ഒക്കെ സെലക്ട് ചെയ്താൽ
അപ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്തിട്ടും കാര്യമില്ല. കാജൽ കൊണ്ട് കണ്ണെഴുതിയോ ഐബ്രോ ഫില്ല് ചെയ്തിട്ടോ ഒന്നും കാര്യമില്ല. നമുക്ക് ചെറുതായിട്ട് ജസ്റ്റ് മുകളിൽ കണ്ണെഴുതുന്നില്ല ഞാൻ, ചെറുതായിട്ടൊരു അവിടെ കറുപ്പ് കൊടുത്തിട്ട് ബ്ലെൻഡ് ചെയ്യുന്നത്. എൻ്റെ കുഞ്ഞിക്കണ്ണിന് കുറച്ചധികം മുകളിൽ വരച്ചിട്ടും കാര്യമില്ല, അങ്ങ് സ്മജ്ജാവും, മുകളിൽ കൺപോളകൾക്ക് മുട്ടും, പിന്നെ അത് കാണാനൊന്നും ഭംഗിയുണ്ടാവില്ല. ഇതിപ്പോൾ ജസ്റ്റ് വരച്ചിട്ട് സ്മജ് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിനിപ്പോൾ കറക്റ്റ് ലൈനൊന്നും ആവേണ്ട കാര്യമില്ല. ലൈൻ വരയ്ക്കാൻ പിന്നെ ഞാൻ മുമ്പേ അറിയാത്തവളാണല്ലോ. എന്നിട്ട് നല്ലപോലെ സ്മജ് ചെയ്യുക. അപ്പോൾ നമുക്ക് ചെറിയൊരു സ്മോക്കി പോലെ വരും, ചെറിയൊരു സ്മോക്കി. നിങ്ങളെ കണ്ണ് വലുതാണെങ്കിൽ നല്ല രീതിയിൽ മുകളിൽ ലൈൻ ചെയ്തിട്ട് ഇതുപോലെ സ്മോക്ക് ചെയ്താൽ നമുക്ക് സ്മോക്കി ലുക്ക് കിട്ടും. അങ്ങനെ ചെയ്താൽ മതി. പിന്നെ ഒരു ചെറിയൊരു ബ്രൗണോ മറ്റോ ഉള്ള ഒരു ഐ ഷാഡോയും കൂടി അവിടെ സെയിം പിന്നെ ബഡ്സ് കൊണ്ട് ബ്ലെൻഡ് ചെയ്ത് കൊടുത്താൽ, സ്മജ് ചെയ്ത് കൊടുത്താൽ വേറെ തന്നെ ഒരു ഐ ലുക്കും കൂടി കിട്ടും. കണ്ടില്ലേ? അപ്പോൾ ഇത്രയും ലുക്കാണ് ഞാനിന്ന് നിങ്ങളെ കാണിച്ചു തരുന്നത്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് മസ്കാരയൊക്കെ ഇട്ട് കൊടുക്കാം കേട്ടോ, ഐലാഷിന് മസ്കാര ഇട്ട് കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യാം. ലെൻസ് പറ്റുമെങ്കിൽ ലെൻസും കൂടി കണ്ണിൽ വെച്ച് കൊടുക്കാം. അപ്പോൾ കണ്ണ് കാണാൻ നല്ല ഭംഗിയായിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ.